നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിമകളുടെ ജൈവിളിയും കേട്ട് വലിയ ആവേശത്തിൽ വേദിയിലേക്ക് എത്തിയ പിണറായിയെ ചൊടിപ്പിച്ച് അതായിരിക്കുന്നു ഒരു ഫ്ലെക്സ്. ഫ്ലെക്സിൽ സ്വരാജിൻ്റെ ചിത്രമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചിത്രവും കൂടി കണ്ടതാണ് പിണറായി വിജയനെ ചൊടിപ്പിച്ചത്. എൻ്റെ തല വരേണ്ടിയിടത്ത് ആരാണ് ഗണേഷ് കുമാറിൻ്റെ തല കൊണ്ടുവച്ചത് എന്നായിരിക്കും പിണറായിക്ക് കലിയിളകാനുണ്ടായ കാരണം. തൊട്ടടുത്ത നിമിഷം തന്നെ ഇതെടുത്ത് കുപ്പയിലെടുത്തിട്ടേക്കണം എന്നുള്ള ഉത്തരവാണ് രാജാവ് പുറപ്പെടുവിച്ചത്. എന്തായാലും സംഭവം ഇപ്പോൾ വലിയ ട്രോളിനും പരിഹാസങ്ങൾക്കുമൊക്കെ വഴിവെച്ചിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഫ്ലെക്സ് ബോർഡിൽ കടുത്ത നീരസമുണ്ടായി എന്നാണ് വിവരങ്ങൾ. പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രി തൻ്റെ നീരസം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഗണേഷ് കുമാറിൻ്റെയും സ്ഥാനാർത്ഥിയായ സ്വരാജിൻ്റെയും ചിത്രങ്ങളുമായി കേരള കോൺഗ്രസ് B ആണ് വേദിക്ക് മുന്നിൽ ഫ്ലെക്സ് സ്ഥാപിച്ചത്. കക്ഷിയുടെ ചിഹ്നം മുന്നണിയുടേതല്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചത്. മുന്നണിയുടെ പൊതു അടയാളങ്ങൾ ഉപയോഗിക്കണമെന്നും പിണറായി നിർദ്ദേശിച്ചത്. ഇതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ സംഭവം കയറി അങ്ങ് കൊളുത്തി വലിയ ട്രോളുകൾ ഉണ്ടായി. തൻ്റെ തല, തൻ്റെ ഫുൾ ഫിഗർ മാത്രമാണ് പിണറായിക്ക് കാണേണ്ടത്. സ്വരാജിൻ്റെ ചിത്രം ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, നിലമ്പൂരിൽ പിണറായിയുടെ ഫ്ലെക്സ് ഉയരണം, അതാണ് മെയിൻ. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ സ്വരാജിൻ്റെ ചിത്രത്തിനൊപ്പം ദേ ഇരിക്കുന്നു ഗണേഷ് കുമാർ. പിണറായിക്ക് അത് പിടിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത നിമിഷം പറഞ്ഞു എടുത്ത് പുറത്തിട്ടേക്കണമെന്ന്. ഇത്തരത്തിലാണ് പരിഹാസങ്ങൾ ഉയരുന്നത്. മുഖ്യമന്ത്രി വേദിയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഈ പരിപാടി LDFൻ്റെ പരിപാടിയാണ്. LDFൻ്റെ പരിപാടിയാകുമ്പോൾ LDFൻ്റെ ഘടകകക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും. അത് സ്വാഭാവികം. അവരുടേതായ മറ്റ് ചില അടയാളങ്ങളും ഉപയോഗിച്ചുവെന്ന് വരും. അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് LDFൻ്റെ പൊതുവായിട്ടുള്ളതല്ല. LDFൻ്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത്, മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമാണെങ്കിലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDFൻ്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. കയ്യടിയോടെയാണ് സദസ്സ് ഇതിനെ സ്വീകരിച്ചത്. പക്ഷേ ഗണേഷ് കുമാർ പക്ഷം വലിയ കലിപ്പിലാണ്. എന്തിനാണ് ഫ്ലെക്സ് ബോർഡിൽ ഒരു ചിത്രം കണ്ടതിന് പിണറായിക്ക് ഇത്ര ഹാലിളകുന്നത് എന്ന ചോദ്യം ഗണേഷ് കുമാർ കൂട്ടർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഗണേഷ് കുമാർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് ഫ്ലെക്സുകൾ വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. CPMനെ വലിയ വിവാദത്തിലേക്കും നാണക്കേടിലേക്കും പരിഹാസത്തിലേക്കും കൊണ്ടിടുന്നതും ഈ ഫ്ലെക്സ് വിവാദങ്ങൾ തന്നെയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങളും ട്രോളുകളും എല്ലാം സ്ഥിരം ഉയരാറുള്ളത്. കൂരിയാട് ദേശീയപാത നിർമ്മാണ വേളയിൽ ഫ്ലെക്സിലും റീലിലും നിറഞ്ഞ മന്ത്രി പക്ഷേ ദേശീയപാത തകർന്നപ്പോൾ തൽക്കാലം കുറച്ച് പിന്നോട്ട് പോയിരുന്നു. അതേസമയം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡുകളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഒറ്റയ്ക്ക് ക്രെഡിറ്റ് അടിച്ചപ്പോൾ അത് മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ വിവാദമുണ്ടാക്കി. മന്ത്രി MP രാജേഷാണ് റിയാസിൻ്റെയും മുഖ്യമന്ത്രിയുടെയും മാത്രം ചിത്രമുള്ള ഫ്ലെക്സിനെതിരെ രംഗത്ത് വന്നത്. ഇതോടെ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിൽക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിക്ക് മുന്നിൽ ഘടകകക്ഷി നേതാവിൻ്റെ ചിത്രമുള്ള ഫ്ലെക്സ് വെച്ചതിൽ നീരസം പ്രകടിപ്പിച്ച് പിണറായി വിജയൻ രംഗത്ത് വന്നത്. ആ വാർത്തയും ഇപ്പോൾ വിവാദത്തിലേക്ക് വഴിവെക്കുകയാണ്. കുറച്ചുകാലം മുമ്പുണ്ടായ സ്മാർട്ട് സിറ്റി റോഡിലെ ക്രെഡിറ്റ് തർക്കം മനസ്സിൽ കണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള പരിഹാസവും ഒക്കെ വരുന്നുണ്ട്. കേന്ദ്ര ഫണ്ടിന് പുറമെ തദ്ദേശ വകുപ്പിൻ്റെയും കോർപ്പറേഷൻ്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് നഗര റോഡുകൾ നവീകരിച്ചത്. കോർപ്പറേഷൻ റോഡുകൾക്ക് പുറമെ പൊതുമരാമത്ത് റോഡുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പൊതുമരാമത്ത് റോഡ് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് റോഡ് ഫണ്ട് ബോർഡാണ്. ഈ ബന്ധമല്ലാതെ സാമ്പത്തിക ചെലവോ മറ്റുത്തരവാദിത്തമോ പൊതുമരാമത്ത് വകുപ്പിന് ഇതിലുണ്ടായിരുന്നില്ല. എന്നാൽ ഉദ്ഘാടന പരിപാടിയുടെ പ്രചാരണത്തിൽ മന്ത്രി റിയാസ് നിറഞ്ഞങ്ങ് നിന്നു. MP രാജേഷ് ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. CPMൽ പുതുനിര നേതാക്കൾക്കിടയിൽ തർക്കം രൂക്ഷമാണ്. പാർലമെന്ററി രംഗത്താണെങ്കിൽ റിയാസിന് മറ്റു മന്ത്രിമാരെക്കാൾ പരിഗണനയും പ്രാധാന്യവും ലഭിക്കുന്നുവെന്ന തോന്നൽ മന്ത്രിമാർക്കിടയിൽ തന്നെ ശക്തമാണ്. അതിനിടയിലാണ് ഒരു രൂപ പോലും മുടക്കില്ലാതെ സ്മാർട്ട് സിറ്റി റോഡിൻ്റെ ഫ്ലെക്സിൽ പിണറായി വിജയനോടൊപ്പം റിയാസ് കയറിക്കൂടിയത്. ഇത് വലിയ എതിർപ്പ് MP രാജേഷിന് ഉണ്ടാക്കി എന്നുള്ളത് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് ചോർന്നു വന്നതാണ്.
അങ്ങനെ ആ ഒരു ഫ്ലെക്സ് വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അടുത്ത ഫ്ലെക്സ് വിവാദം. അതും ഗണേഷ് കുമാറിൻ്റെ ചിത്രം കണ്ടതാണ് പിണറായിക്ക് പിടിക്കാതെ പോയത്. അല്ലെങ്കിൽ തന്നെ ഈ സർക്കാരിൽ മികച്ച ഒരു മന്ത്രി ഉണ്ടെങ്കിൽ അത് ഗണേഷ് കുമാർ മാത്രമാണെന്ന് ഒരു അഭിപ്രായമുണ്ട് ജനങ്ങൾക്കിടയിൽ. ജനങ്ങൾ തന്നെ അത്തരത്തിലാണ് ഗണേഷ് കുമാറിനെ വാഴ്ത്തുന്നതും. റിയാസൊക്കെ അട്ടർ വേസ്റ്റ് ആണെന്ന് സോഷ്യൽ മീഡിയയിൽ സ്ഥിരം കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ വരാറുള്ളതുമാണ്. അങ്ങനെ മരുമകനെ പോലും ചവിട്ടി താഴ്ത്തി ഗണേഷ് അങ്ങനെ മുൻപോട്ട് പോകുന്നത് പിണറായിക്ക് പോലും തീരെ പിടിക്കുന്നില്ല. ആ ഘട്ടത്തിലാണ് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിൻ്റെ ചിത്രം വെച്ചതിൻ്റെ തൊട്ടിപ്പുറത്ത് ഫ്ലെക്സിനകത്തും ഗണേഷ് കുമാറിൻ്റെ ചിത്രം കണ്ടത്. ഇങ്ങനെയല്ലാതെ മുഖ്യമന്ത്രി പിന്നെ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കാനാണ്? ഫ്ലെക്സ് അന്നേരം തന്നെ വലിച്ചു കീറി തോട്ടിലെറിയാതിരുന്നത് അതൊരു പൊതുപരിപാടി ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എപ്പോഴേ മുഖ്യമന്ത്രി തന്നെ അതെടുത്ത് വലിച്ചെറിഞ്ഞേനെ. എന്തായാലും ഇത്തരം പരിപാടികളൊന്നും ഇനി എൻ്റെ വേദിയിൽ വേണ്ട എന്ന് പിണറായി പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.